ഇന്നലെയാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ക്രിസ്തു ജനിച്ചത് ഏത് ദിവസമാണെന്ന കാര്യത്തിൽ വ്യത്യസ്താഭിപ്രായങ്ങളുണ്ടെങ്കിലും ലോകത്തെ ഭൂരിപക്ഷം ക്രൈസ്തവരും ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആചരിക്കാറുള്ളത്. നാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് നാം കൂടുതൽ കടന്നു ചെല്ലുന്നില്ല. എന്നാലും ക്രൈസ്തവർ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെയും വിശുദ്ധ ഖുർആൻ എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്ന് എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തെ തലമുറകൾക്ക് കൃത്യമായി മനസ്സിലാക്കാനാണ് ഇത്തരം വിശദീകരണത്തിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ശക്തിപ്പെടുകയും അതുപോലെ തന്നെ ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്ക് എതിരെയടക്കം ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന പുതിയ കാലത്ത് തീർച്ചയായിട്ടും പാരസ്പര്യത്തിൻ്റെതായ പങ്കുവെപ്പിൻ്റെതായിട്ടുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ ലോകത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ തലമുറകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഉപയുക്തമാവുന്ന രീതിയിൽ ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം, ചർച്ച ചെയ്യണം എന്നതോടൊപ്പം തന്നെ പുതിയ കാലത്ത് വിവിധ സമൂഹങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമായും മതാതീതമായ സാഹോദര്യങ്ങളുടെയും സൗഹൃദങ്ങളുടെയും അതിൻ്റെ ശ്രേഷ്ഠതയുമായും പ്രാധാന്യവുമായും ബന്ധപ്പെട്ടെല്ലാം ഈ ഒരു അവസരത്തിൽ നാം പ്രത്യേകമായിട്ട് ബോധവാന്മാരാകണം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴും ഇസ്ലാമികമായ വ്യതിരിക്തതയെ, നമ്മുടെ ദീനിയായിട്ടുള്ള ഐഡന്റിറ്റിയെ തകർക്കാത്ത രീതിയിൽ അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ നിലനിർത്തിക്കൊണ്ട് ചേർന്ന് നിൽക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ചേർന്ന് നിൽക്കാനും അതുപോലെ തന്നെ വ്യത്യാസങ്ങളും അതുപോലെ സാമ്യതകളും ഒരുപോലെ മനസ്സിലാക്കാനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവണം. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പ്രവാചകന്മാരെയും ഉൾക്കൊള്ളുന്ന സമുദായം, അതല്ലെങ്കിൽ മുഴുവൻ പ്രവാചകന്മാരെയും ഉൾക്കൊള്ളുന്ന ദീൻ, അതാണ് ഈ ദീനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്നാണ്. അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഒരാളോടും നമുക്ക് വിവേചനമില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ആമന റസൂൽ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിന്റെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങൾ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ദൂതന്മാരിൽ ഒരാളോടും നമുക്ക് വിവേചനമില്ല എന്നുള്ളതാണ്. ക്രൈസ്തവർ ആദരവോടെ ബഹുമാനത്തോടു കൂടി കാണുന്ന, ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ അവരുടെ ആശയമനുസരിച്ചവർ ആരാധനയോടുകൂടി കാണുന്ന, ഇസ്ലാമിക സമൂഹത്തിന്റെ ആശയമനുസരിച്ച് ആദരവോടെയും ബഹുമാനത്തോടുകൂടെയും കാണുന്ന ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ 25 തവണ ആ പ്രവാചകനെ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രവാചകനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നാമങ്ങളിലും വിശേഷണങ്ങളിലും ഖുർആൻ ധാരാളമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. റൂഹുല്ലാ, കലിമത്തുല്ലാ, മസീഹ് ഈസ ഇബ്നു മറിയം എന്നെല്ലാം ഈസാ നബി അലൈഹിസ്സലാമയെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റൂഹുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചൈതന്യം, കലിമത്തുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനം. ഇപ്രകാരമെല്ലാം തന്നെ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഖുർആനിൽ ധാരാളമായിട്ട് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ പോലെ തന്നെ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയും ധാരാളമായി ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഖുർആൻ പഠിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. ഏകനായ അള്ളാഹുവിനെ, ആ പ്രപഞ്ചനാഥനെ മാത്രം, അള്ളാഹു എന്ന് പറഞ്ഞ പ്രപഞ്ചനാഥൻ, സൃഷ്ടാവ്, അതിന് അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നാമകരണങ്ങളുണ്ട്. ഏതായാലും ആ പ്രപഞ്ചനാഥൻ, ആ നാഥനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും പരിപാലകനും എല്ലാം ആ നാഥനാണ്.
ആ നാഥനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, ആ നാഥനെ മാത്രമേ ഇലാഹായിട്ട് അംഗീകരിക്കാവൂ. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. മുഴുവൻ പ്രവാചകന്മാരുടെയും സംബോധനയായി ഖുർആൻ പറഞ്ഞ കാര്യവുമാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആഹ്വാനവുമായിട്ടാണ് മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് നിയുക്തരായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. ആ തൗഹീദിന്റെ പ്രകാശനമാണ് ഖുർആൻ നിർവഹിക്കുന്നത്. ഖുർആനിന്റെ അടിത്തറയും തൗഹീദാണ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ തൗഹീദ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേര് അത്തൗഹീദ് എന്നാണ്. തൗഹീദാണ് അതിന്റെ ഉള്ളടക്കം. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്. പ്രവാചകരെ നിങ്ങൾ പറയണം, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാണ്. ആരുടെയും ആശ്രയം കൂടാതെ മുന്നോട്ട് പോകുന്ന ലോകത്തിലെ ഒരേ ഒരു ശക്തിയാണ് അല്ലാഹു. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. ആ അല്ലാഹു ജനിപ്പിച്ചിട്ടില്ല, ആ അല്ലാഹു ജനിച്ചുണ്ടായതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ അല്ലാഹുവിന് തത്തുല്യരായിട്ട് ലോകത്താരുമില്ല. ഇതാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള, പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അവൻ ജനിച്ചുണ്ടായവനല്ല, അവൻ ആർക്കെങ്കിലും ജന്മം നൽകിയിട്ടുമില്ല, അവനോട് തുല്യരായി ലോകത്താരുമില്ല. അല്ലാഹ്, ഖുൽ ഹുവല്ലാഹു അഹദ്. പ്രവാചകരെ നിങ്ങൾ പറയണം, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്. ആരുടെയും ആശ്രയം കൂടാതെ നിലനിൽക്കുന്നവൻ, നിരാശ്രയൻ, അതാണ് പടച്ചവൻ. ആ തൗഹീദാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ മൗലിക കാഴ്ചപ്പാടനുസരിച്ച് ഈസാ നബി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ തൗഹീദിന്റെ പ്രബോധനവുമായി ലോകത്ത് എഴുന്നേറ്റ് നിന്ന അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകൻ. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ചുള്ള ഖുർആന്റെ ഒന്നാമത്തെ വിശദീകരണം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനതയിലേക്കാണ് ആ പ്രവാചകൻ വരുന്നത്. വറസൂലൻ ഇലാ ബനി ഇസ്രായീല അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നീ അഖ്ലുഖു ലക്കും മിനത് ത്വീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ധാരാളം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഈ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചു എന്നും ഖുർആൻ പറയുന്നുണ്ട്. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികളിലേക്ക് വന്ന ദൂതനായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. അതാണ് ഈസാ നബിയെ പരിചയപ്പെടുത്തുന്ന ഭാഗം. ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളിലേക്ക് അല്ലാഹുവിന്റെ ദൂതനായി വന്നു. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു, അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള കൃത്യമായ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അന്നീ അഖ്ലുഖു ലക്കും മിനത് ത്വയ്നി. കളിമണ്ണിൽ നിന്ന് നിശ്ചയം ഞാൻ നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും. കഹൈഅത്തി ത്വയ്രി. പക്ഷിയുടെ രൂപമുള്ള ഒന്ന് കളിമണ്ണിൽ നിന്നുണ്ടാക്കും, രൂപപ്പെടുത്തും. എന്നിട്ട് ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഞാൻ അതിൽ ഊതുമ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി അതൊരു പക്ഷിയായിട്ട് മാറും. അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രവാചകനിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. ആ പ്രവാചകൻ പറയാണ്, ഞാൻ വെള്ളപ്പാണ്ടും കുഷ്ഠവും എല്ലാം തന്നെ സുഖപ്പെടുത്തുന്നതാണ്. അതുപോലെ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി ഞാൻ മരണപ്പെട്ടവർക്ക്, മൃത്യു വരിച്ചവർക്ക് ജീവൻ നൽകുന്നതാണ്. നിങ്ങൾ തിന്നുന്ന കാര്യങ്ങളും നിങ്ങളുടെ വീടകങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ നിശ്ചയം ഇതിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ മുഅ്ജിസാത്തുകൾ അത് ഈസാ നബി അലൈഹി ഇസ്ലാമയുടേതാണെങ്കിലും അത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഏത് പ്രവാചകന്റേതാണെങ്കിലും അത് ആ പ്രവാചകന്റെ ഇച്ഛക്കനുസൃതമായിട്ടല്ല, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ ബിഇദ്നില്ലാ എന്ന് പ്രത്യേകമായി പറയുന്നത്.
ഓരോ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി എന്ന് പറയാണ്. കാരണം അത് സംഭവിക്കുന്ന ഈ പ്രവാചകന്റെ ഇച്ഛക്കനുസരിച്ചല്ല, ഈ പ്രവാചകന്റെ അഭീഷ്ടമനുസരിച്ചും ആഗ്രഹമനുസരിച്ചുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമനുസരിച്ച് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ പ്രവാചകനാണ് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ്, എന്നുള്ളതിന്റെ തെളിവാണ്. സ്ഥാപിതമാവുന്നത് ഇത് പ്രവാചകനാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. അതാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം കേവലം ഒരു പ്രവാചകനല്ല, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിന്റെ നിശ്ചയദാർഢ്യമുള്ള ദൂതന്മാരിൽപ്പെട്ട 5 ദൂതന്മാരിൽപ്പെട്ട പ്രവാചകനാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടി സകല പ്രതിസന്ധികളിലും ആർജവത്തോടുകൂടി ദാർഢ്യം വിട്ടുമാറാതെ അചഞ്ചലമായിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോയ ആ പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും ധീരന്മാരും ആർജവത്തോടുകൂടി നിലനിന്നവരുമായിരുന്നു. പക്ഷെ 5 പ്രവാചകന്മാർ സവിശേഷമായ പരിഗണന അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ഉലുൽ അസ്മുകൾ എന്ന് വിശേഷിപ്പിച്ചത്. നൂഹ്, ഇബ്രാഹിം, മൂസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരാണ് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് പുറമേ ഉലുൽ അസ്മുകളിൽപ്പെട്ട മറ്റു പ്രവാചകന്മാർ എന്ന് പറയുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചകൻ മാത്രമല്ല, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. കലിമത്തുല്ലാ, റൂഹുല്ലാ, മസീഹ് ഈസ ഇബ്നു മറിയം എന്നീ വിശേഷണങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധേയമാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന മസല ഈസാ ആദം. ഈസാ അലൈഹിസ്സലാമയുടെ ഉപമ അല്ലാഹുവിന്റെ അടുക്കൽ ആദം നബി അലൈഹിസ്സലാമയുടെ ഉപമ പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ ثم قال له كن فيكون. ആദം അലൈഹിസ്സലാമയെ അല്ലാഹു തആല മണ്ണിൽ നിന്നാണ് പടച്ചത്. എന്നിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ആദം അലൈഹിസ്സലാം ഉണ്ടായി. ആദം അലൈഹിസ്സലാമയുടെ ഉപമ പോലെയാണ് ഈസാ അലൈഹിസ്സലാമയുടെ ഉപമയും. ആദം അലൈഹിസ്സലാമയെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി എന്നതിലുപരിയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടാൻ പിതാവായിട്ട് ഒരാളും വാപ്പയായിട്ട് ഒരാളും ആദം അലൈഹിസ്സലാമയ്ക്കില്ല. ആദം അലൈഹിസ്സലാമയുടെ ഉപമ എടുത്തുകൊണ്ട് ഖുർആൻ പറയാണ്, ഈസാ അലൈഹിസ്സലാമയുടെ ഉപമ ആദം അലൈഹിസ്സലാമയുടെ ഉപമ പോലെയാണ്. അല്ലാഹു തആല മണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാമയെ പടച്ചു. എന്നിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ആദം അലൈഹിസ്സലാം ആകുന്ന മനുഷ്യൻ, അതല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് ആദരവോടുകൂടി, ഈസാ നബിയെ കുറിച്ച് മാത്രമല്ല, ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയെ കുറിച്ചും അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹാ അവരെ സംബന്ധിച്ചും വളരെ ആദരവോടും വളരെ ബഹുമാനത്തോടുകൂടിയുമാണ് ഖുർആൻ കാണുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. മറിയം എന്ന പേരിൽ ഒരു അധ്യായം, വിശുദ്ധ ഖുർആനിൽ മറിയം എന്ന പേരിൽ ഒരു അധ്യായം. സഹോദരങ്ങളെ, ആ മറിയം ബീവിയുടെ ചരിത്രമാണ് അധ്യായത്തിൽ കാര്യമായി വിശദീകരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ മുമ്പിൽ സുവിശേഷവുമായിട്ട് വന്നു, സന്തോഷ വാർത്തയുമായിട്ട് വന്നു. മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ചുള്ള, അതല്ലെങ്കിൽ തനിക്കൊരു സന്താനം ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയുമായിട്ട് മറിയം ബീവി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു എന്ന് ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, ഏത് ഘട്ടത്തിലാണ് ഇത് ഖുർആൻ പറയുന്നത്? ഒരു വിഭാഗം ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമയുടെ ജന്മത്തിന്റെ പേരിൽ മറിയം ബീവി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഒരു കൂട്ടർ ആരാണ് ആക്ഷേപിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മറിയം ബീവിയുടെ പാതിവൃത്യത്വയും മഹത്വത്തെയും മാത്രമല്ല, ലോകത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ മാതൃകയായിട്ട് മറിയം ബീവി അലൈഹിസ്സലാമയെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയോട് പറഞ്ഞു, താങ്കൾക്കൊരു സന്താനം ജനിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ മറിയം ബീവി ചോദിക്കുകയാണ്, എങ്ങനെ എനിക്കൊരു സന്താനം ജനിക്കും? എന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല, ഞാൻ ദുർനടപ്പുകാരിയുമല്ല. അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും. താങ്കളുടെ രക്ഷിതാവിന് അതെല്ലാം നിസ്സാരമാണ്.
താങ്കൾ ആരും സ്പർശിച്ചിട്ടില്ലെങ്കിലും, താങ്കൾ ഒരു ദുർനടപ്പുകാരി അല്ലെങ്കിൽ പോലും താങ്കൾക്കൊരു സന്താനം പിറക്കുക തന്നെ ചെയ്യും. വലിനജഅലഹു ആയത്തൽ ലിന്നാസി വറഹ്മത്തൻ മിന്നാ. ആ സന്താനം ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിരിക്കും, അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യമായിരിക്കും. വകാന അംറൻ മഖദിയ്യ. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് സന്താനത്തിന്റെ പിറവി എന്ന് പറയുന്നത്. ആ സന്താനമാണ് ഈസാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ബീവിയുടെ മഹത്വവും മറിയം ബീവിയുടെ പാതിവൃത്യവും അതുപോലെ തന്നെ മറിയം ബീവിയുടെ മാതൃകയും ലോകത്തിന്റെ മുമ്പിൽ സൂറത്ത് മറിയമിലൂടെ ഖുർആൻ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ജനനത്തെ സംബന്ധിച്ചാണ് ഖുർആൻ ആദം അലൈഹിസ്സലാമയുടെ ജനനം പോലെയാണ് ഈസാ അലൈഹിസ്സലാമയുടെ ജനനം എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ആ ജനനത്തിന്റെ അസാധാരണത്വവും അതുപോലെ തന്നെ ആ മാതാവിന്റെ മാതൃകയുമെല്ലാം ഖുർആൻ പറയുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. സകല പ്രവാചകന്മാരും മുന്നോട്ട് വെച്ച മൗലികമായ ആശയം തൗഹീദാണ്. ആ തൗഹീദിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കുവാൻ ഇസ്ലാം ഒരു ഘട്ടത്തിലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവപുത്രവാദകതയെയും ത്രിയേകത്വ സിദ്ധാന്തത്തെയും ശക്തമായിട്ട് ഖുർആൻ വിയോജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യോജിക്കാനും വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആന്റെ വിയോജിപ്പ്, ശക്തമായ വിയോജിപ്പ് തന്നെ ഈ രണ്ട് സിദ്ധാന്തങ്ങളോടുമുണ്ട് എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമല്ലാഹു ഇലാഹും വാഹിദുൻ സുബ്ഹാനഹു വയകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീലാ. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്. നിശ്ചയം അല്ലാഹു ഏകനായ അല്ലാഹുവാണ്. സുബ്ഹാനഹു വയകൂന ലഹു വലദ്. ആ അല്ലാഹുവിന് സന്താനങ്ങൾ ഉണ്ടാവുക എന്നതിനേക്കാളൊക്കെ എത്രയോ ഉയർന്നിരിക്കുന്നു, എത്രയോ വിശുദ്ധമായിരിക്കുന്നു അല്ലാഹുവിന്റെ സ്ഥാനമെന്ന് പറയുന്നത്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളുടെ മുഴുവൻ ഉടമസ്ഥത പടച്ചതമ്പുരാനാണ്. വകഫാ ബില്ലാഹി വകീലാ. നിങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ മതിയായവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പറയേണ്ടുന്ന കാര്യം വിയോജിപ്പോട് കൂടി ശക്തമായിട്ട് പറയേണ്ടതുപോലെ തന്നെ പറഞ്ഞു. മറിയം ബീവിയെ സംബന്ധിച്ചും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ മഹത്വവുമെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ട് വളരെ വിശദമായിട്ട് ഖുർആൻ പറയുന്നതോടൊപ്പം തൗഹീദാണ് ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറ. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെയെല്ലാം ഖുർആൻ വിലയിരുത്തി എന്നുള്ളതാണ്. മത്തഖറല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അല്ലാഹു മക്കളെ സ്വീകരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ കൂടെ വേറെ സന്താനങ്ങളുമില്ല. അതാണ് ഖുർആന്റെ നിലപാടെന്ന് പറയുന്നത്. ഈസാ നബിയോട് നാളെ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യവും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയോട് അല്ലാഹു ചോദിക്കുമെന്ന്, അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനിന്നാസ്. ഓ ഈസാ, താങ്കളാണോ താങ്കളെയും താങ്കളുടെ മാതാവിനെയും ദൈവങ്ങളാക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞത് താങ്കളാണോ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പറയാണ്, ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ നഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ. പടച്ചതമ്പുരാനെ, നീ വിശുദ്ധനാണ്, എങ്ങനെയാണ് എനിക്ക് അധികാരമില്ലാത്ത അവകാശമില്ലാത്ത കാര്യം ഞാൻ പറയുക? ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത. പടച്ചതമ്പുരാനെ, ഞാനത് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയം നിനക്കത് അറിയാമായിരുന്നല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്. പടച്ചതമ്പുരാനെ, എന്റെ മനസ്സിലുള്ളത് പടച്ചതമ്പുരാനെ നിനക്കറിയാം. റബ്ബേ, നിന്റെ ഉള്ളകങ്ങളിലുള്ളത് എനിക്കറിയുക സാധ്യമല്ല, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയുക സാധ്യമല്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. നിശ്ചയം പടച്ചവനെ, നീ എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവനാണ്. നാളെ പടച്ചതമ്പുരാൻ ഈസാ അലൈഹിസ്സലാമയോട് ചോദിക്കും, താങ്കളാണോ അങ്ങനെ പറഞ്ഞത്? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പറയാൻ എന്ത് അധികാരമാണ് പടച്ചവനെ? നീ അങ്ങനെ നിന്നെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതിനേക്കാളൊക്കെ എത്രയോ നീ ഉയർന്നു നിൽക്കുന്നു, നീ എത്രയോ വിശുദ്ധമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതേ അവസരം തന്നെ ഈസാ പ്രവാചകൻ എന്താണ് ജനങ്ങളോട് പറഞ്ഞത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഖാല പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. നിശ്ചയം ഞാൻ അല്ലാഹുവിന്റെ
അടിമയാണ്. എന്നെ പ്രവാചകനാക്കി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു, എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്നു. ഇതായിരുന്നു പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമയും ചരിത്രത്തിൽ വന്നുപോയ അതല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ പാതയിൽ തന്നെ അണിനിരന്നുകൊണ്ട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയും പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, നിശ്ചയം ഞാൻ പ്രവാചകനാണ്, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. വജഅലനി മുബാരകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. തുടർന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു, എവിടെയാണെങ്കിലും ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. അല്ലാഹു എന്നോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സക്കാത്തും നിർവഹിക്കാനും അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതായിരുന്നു പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം ലോകത്തോട് പ്രബോധനം ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ് സഹോദരങ്ങളെ. അതിനപ്പുറത്തൊന്നും പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം ലോകത്തോട് പ്രബോധനം ചെയ്തിട്ടില്ല. ഇതാണ് പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമിയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന കാര്യങ്ങൾ. വളരെ ലളിതമായും വളരെ വ്യക്തമായും അതോടൊപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുമാണ് ഖുർആൻ ഈസാ നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ അതല്ലെങ്കിൽ ആശയവിനിമയങ്ങൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ച് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരെ സംബന്ധിച്ചും ഇബാദുല്ലാഹി വറുസുലി, അല്ലാഹുവിന്റെ അടിമകളും അല്ലാഹുവിന്റെ ദൂതന്മാരും. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അടിമകളായ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഈ കൃത്യമായ തൗഹീദി വീക്ഷണത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതര മതവിഭാഗങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും ആ സൗഹൃദത്തിന്റെ പാലങ്ങളെ, സ്നേഹത്തിന്റെ പാലങ്ങളെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം എന്താണെന്ന് നല്ലതുപോലെയുള്ള ബോധ്യം നിലനിർത്തിക്കൊണ്ട് ആ വിശ്വാസപരമായ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സൗഹൃദം പുലർത്തേണ്ടിടത്ത്, പ്രത്യേകിച്ചും ഇതുപോലുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും സൗഹൃദം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വെക്കാൻ, സ്നേഹത്തിന്റെ പാലങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്. പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമയിൽ നിന്നടക്കം അതല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നടക്കം വന്നിട്ടുള്ള വാക്കുകൾ അതാണല്ലോ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെതായി ലോകത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വചനമെന്ന് പറയുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് ക്രിസ്തു മാത്രം പറഞ്ഞതല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനും പറഞ്ഞതാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. മുഴുവൻ ഗുരുക്കന്മാരും പറഞ്ഞതാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി ഭേദ ചിന്തകളില്ലാതെ, മതവിദ്വേഷങ്ങളില്ലാതെ സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് പ്രവാചകന്മാരും ആചാര്യന്മാരും ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാതെ അതോടൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ ഓരോരുത്തരും നിലനിർത്തിക്കൊണ്ട് അവരവരുടേതായിട്ടുള്ള വിശ്വാസപരമായ ഐഡന്റിറ്റികളെ സംബന്ധിച്ചുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകണം. ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, നിങ്ങളുടെ മതം അനുസരിച്ചും എനിക്ക് എന്റെ മതമനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം വേണം. അതാണ് ഖുർആന്റെ ആഹ്വാനം. വലാ തസബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസബ്ബുല്ലാഹ അദവൻ ബിഗൈരി ഇൽമ്. അല്ലാഹുവിനെ പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ മോശമാക്കാൻ പാടില്ല. എങ്ങനെ ഈസാ നബിയെ മുസ്ലിങ്ങൾ കാണുന്നു എന്ന് നമുക്ക് പറയാം സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ എങ്ങനെയാണ് ക്രൈസ്തവരെ കാണേണ്ടത് അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഈസാ നബിയെ എങ്ങനെ നമ്മൾ കാണുന്നു എന്ന് നമുക്ക് പറയാം. ഖുർആനിൽ പറഞ്ഞ ഈസാ നബിയെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, എന്നാൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് അവരെ കാണേണ്ടതും അവരെ മനസ്സിലാക്കേണ്ടതും എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്കാണ്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്നേഹമാണ് യഥാർത്ഥത്തിൽ എല്ലാ ആഘോഷ സന്ദർഭങ്ങളിലും ഉയർന്നു വരേണ്ട ഏറ്റവും ഉയർന്ന ആശയം എന്ന് പറയുന്നത്. ആ സ്നേഹം നിലനിർത്തുന്നവർ എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറഞ്ഞതുപോലെ തജിദന്ന അഖറബഹും മവദ്ദത്തൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസ്വാറാ. വിശ്വാസികളോട് ഏറ്റവും സ്നേഹം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ നിശ്ചയം ഞങ്ങൾ ക്രൈസ്തവരാണെന്ന് പറഞ്ഞ ആളുകളാണ്. ക്രൈസ്തവരാണെന്ന് പറഞ്ഞവരിലും ഹൈന്ദവരാണെന്ന് പറഞ്ഞവരിലും അതുപോലെ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളിലും എല്ലാം തന്നെ പരസ്പര സ്നേഹം നിലനിർത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരുപാട് ആളുകളുണ്ട്. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പാലങ്ങൾ ഒരിക്കലും തകർക്കപ്പെടാൻ പാടില്ല
എന്നത് തന്നെയാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. അല്ലാഹു നിങ്ങളോട് മതകാര്യങ്ങളിൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോടും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പുറത്താക്കാത്തവരോടും നല്ല നിലയിൽ സ്നേഹത്തിൽ വർത്തിക്കണമെന്നാണ്, നീതിയിൽ വർത്തിക്കണമെന്നാണ്, അവർക്ക് പുണ്യവും നന്മയും ചെയ്യണമെന്നാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആദർശ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക. അതോടൊപ്പം തന്നെ വ്യത്യാസങ്ങൾ അറിയുന്നതോടൊപ്പം ചേർച്ചയുടെ സമാനതയുടെ സാദൃശ്യങ്ങളുടെ സാധ്യതകളെ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. വ്യത്യാസങ്ങളോടൊപ്പം ചേർച്ചകളുമുണ്ട്, സാദൃശ്യങ്ങളുമുണ്ട്, സമാനതകളുമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം ലോകത്ത് വന്നുപോയ പ്രവാചകന്മാരുടെ തുടർച്ചയാണ്. ആ പ്രവാചകൻ വരാൻ പോകുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകനാണ്. ആ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ തൗറാത്തിനെ ശരിവെച്ച പ്രവാചകനാണ്. അങ്ങനെയാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. വൈദ ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഖുർആൻ പറയാണ്, നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിശ്ചയം ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാണ്. എന്താണ് എന്റെ ദൗത്യം? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, നിങ്ങൾക്ക് മുമ്പുള്ള പഴയ നിയമത്തെ തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന പ്രവാചകനാണ് ഞാൻ. തീർന്നില്ല. വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ദൂതൻ കൂടിയാണ്. എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള, മുഹമ്മദ് എന്ന പേരുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകൻ കൂടിയാണ്. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ നിയോഗമെന്ന് പറയുന്നത് ബിശാറത്തുൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള സുവിശേഷം അറിയിക്കൽ കൂടിയായിരുന്നു. ആ അർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു നൽകിയ നിയമപദ്ധതിയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ജീവിത സംഹിതയും എടുത്തു പരിശോധിച്ചാൽ ധാരാളം സമാനതകൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആരാധനകളിൽ പോലും ആ സമാനതകൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ സാദൃശ്യങ്ങളെ, സമാനതകളെ സംബന്ധിച്ചുള്ള പഠനവും കൂടുതൽ പ്രസക്തമാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷേടിക്കും ആൾക്കൂട്ട കൊലപാതകങ്ങളെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, കരോൾ സംഘങ്ങളെ പോലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ അസഹിഷ്ണുതയുടേതായ കാലഘട്ടത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലുമുള്ള സമാനതകളെയും സാദൃശ്യങ്ങളെയും ഗൗരവത്തിൽ സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യണം. അത് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ ദർശനങ്ങൾക്കിടയിലെല്ലാമുള്ള സാദൃശ്യങ്ങളെയും സമാനതകളെയും ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് നിയമസംഹിതകളും ധാരാളം സാദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആരാധനകളിൽ പോലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആരാധനകളാണല്ലോ മതത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ആ നമസ്കാരമടക്കമുള്ള ആരാധനകളിൽ സഹോദരങ്ങളെ, ഇസ്ലാമിൽ സ്വലാത്ത് എന്നാണ് പറയുക. ഇസ്ലാമിൽ നമസ്കാരത്തിന് സ്വലാത്ത് എന്നാണ് പറയുക. ഈശോ മശിഹ അദ്ദേഹം സംസാരിച്ച അരമായ ഭാഷയിൽ പ്രാർത്ഥനയ്ക്ക് സ്ലോത്ത എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. 5 നേര നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം പറയുമ്പോൾ 7 നേരത്തെ പ്രാർത്ഥനകളെ കുറിച്ച് പരാമർശങ്ങൾ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതിദിനം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ സംസാരിച്ച അരമായ ഭാഷയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ 6 പ്രാർത്ഥനാ വേളകളും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ 7 പ്രാർത്ഥനാ വേളകളും ഉണ്ട് എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങളിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 7 നേര നമസ്കാരത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതിദിനം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, അതാണ് സമയബന്ധിതമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ വദുകുരിസ്മ റബ്ബിക ബുക്റതൻ വ അസീല എന്നുള്ള ഒരു പ്രയോഗമുണ്ട്.
പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ നാഥന്റെ നാമത്തെ നീ സ്മരിക്കുക എന്ന ആ ഒരു പ്രയോഗം ഖുർആനിലുണ്ടെങ്കിൽ സമാനമായ പ്രയോഗം സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതമെന്നാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്. അപ്പോൾ സമയബന്ധിതമായിട്ടുള്ള പ്രാർത്ഥനകൾ ഇസ്ലാമിൽ എന്നതുപോലെ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നോമ്പും രൂപവ്യത്യാസങ്ങളോടെ ക്രൈസ്തവ ദർശനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മത്തായി 6:16 പറയുന്നു, നോക്കൂ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യരെ കാണിക്കുന്നതിന് അവർ മുഖം വിരൂപമാക്കുന്നു. നിങ്ങൾ അതുപോലെ മുഖം വിരൂപമാക്കി കപടഭക്തിക്കാരാവരുത് എന്ന് മത്തായി 6:16 പറയുന്നു. ലേവ്യ 23:26 ഇപ്രകാരം കാണാം, 7-ാം മാസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിലുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും ചെയ്യണം. ഉപവാസത്തെക്കുറിച്ച് പറയാണ്, നോമ്പിനെ കുറിച്ച് പറയാണ്. സക്കാത്തിനോട് ചെറിയ രീതിയിലെങ്കിലും സാദൃശ്യപ്പെടുന്ന ദശാംശത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 14:29 പറയാണ്, നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശങ്ങളുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്നുകൊണ്ട് ദശാംശം ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞുകൊള്ളട്ടെ. ദശാംശത്തെക്കുറിച്ച് പറയാണ്. സക്കാത്തിനോട് സാദൃശ്യപ്പെടുത്താവുന്നതാണ് ദശാംശം. എന്താണ് പറയുന്നത്? ആവർത്തന പുസ്തകത്തിലാണ് പറയുന്നത്, നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശങ്ങളുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്നുകൊണ്ട് ദശാംശം ഭക്ഷിച്ചു കൊള്ളട്ടെ. എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുപോലെയുള്ളൊരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഹജ്ജിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തെ കുറിച്ച് ആവർത്തന പുസ്തകം 16:16 പറയുന്നുണ്ട്, ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാം സമ്മേളിക്കണം. അവര് കർത്താവിന്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ആരാധനകളെല്ലാം അതിന്റെ രൂപഭാവങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ആരാധനകൾ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതദർശനങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ സാദൃശ്യങ്ങളെ സംബന്ധിച്ച് കൂടി നമ്മൾ പഠിക്കണം. പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ പൗരോഹിത്യത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള നിയമസംഹിതയുമായിട്ട് പൂർവിക പ്രവാചകന്മാർക്ക് വിശേഷിച്ചും ഈസാ നബി അലൈഹിസ്സലാമിക്ക് നൽകപ്പെട്ടിട്ടുള്ള നിയമസംഹിത അടുത്തിരിക്കുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട് ലളിതമായി പഠിക്കുന്ന ഒരാൾക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, എല്ലാ പ്രവാചകന്മാരും ലോകത്തെ പ്രബോധനം ചെയ്ത് തൗഹീദാണ്. ആ തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ എല്ലാത്തരം മതീശത്വങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമായിരുന്നു എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം, ഈശോ മശിഹ നിർവഹിച്ചതും ക്രിസ്തു നിർവഹിച്ചതും അതേ ദൗത്യമായിരുന്നു. പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് ഇറക്കി വെക്കാനാണ് ഈ പ്രവാചകനെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള മനുഷ്യ വിമോചനത്തെ സംബന്ധിച്ച് തന്നെയായിരുന്നു ക്രിസ്തുവും ചരിത്രത്തിൽ സംസാരിച്ചത്, ഈസാ നബി അലൈഹിസ്സലാമിയും ചരിത്രത്തിൽ സംസാരിച്ചത്, ഈശോ മശിഹയും ചരിത്രത്തിൽ സംസാരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാത്തരം ചൂഷണങ്ങളെയും കൈകാര്യം ചെയ്തു. ആദ്യമായിട്ട് കൈവച്ചത് പൗരോഹിത്യ ചൂഷണങ്ങളെ തന്നെയാണ്. പൗരോഹിത്യ ചൂഷണങ്ങൾക്കെതിരെ, കപടഭക്തിക്കെതിരെ വലിയ ശബ്ദം പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. യേശു പറഞ്ഞത് ബൈബിളിൽ ഇപ്രകാരം കാണാൻ സാധിക്കുന്നതാണ്. പുരോഹിതന്മാരോടായിട്ട് യേശു പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അത് പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ
യഥാർത്ഥത്തിൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ അധാർമികതയും ദുശ്ചൈതികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുറമേ അലങ്കാരത്തോടുകൂടി നല്ല വേഷത്തോടുകൂടി നിങ്ങൾ നടക്കുന്നുവെങ്കിലും പൗരോഹിത്യമേ നിങ്ങൾ കപടന്മാരാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ശുദ്ധീകരിക്കണമെന്ന് പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം പൗരോഹിത്യം മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്ന പൗരോഹിത്യത്തിനെതിരെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം കൃത്യമായി ശബ്ദമുയർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പൗരോഹിത്യത്തിനെതിരെ മാത്രമല്ല, എല്ലാത്തരം സാമ്പത്തിക സാമൂഹിക ചൂഷണങ്ങൾക്കെതിരെയും പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം ശബ്ദിച്ചു എന്നുള്ളതാണ്, ക്രിസ്തു ശബ്ദിച്ചു എന്നുള്ളതാണ്. ഹോശാന പെരുന്നാളിന് യേശു യെരുശലേം ദേവാലയത്തിൽ ചെന്നുകൊണ്ട് അവിടെ ശുദ്ധീകരണം നടത്തി എന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹോശാന പെരുന്നാളിൽ യേശു പള്ളിയിൽ കയറിച്ചെന്നുകൊണ്ട്, യെരുശലേം ദേവാലയത്തിൽ കയറിച്ചെന്നുകൊണ്ട് അവിടെ ശുദ്ധീകരണം നടത്തി. മാർക്കോസ് 11:17 പറയാണ്, എന്താ പറഞ്ഞത്? ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു പുറത്താക്കി എന്നുള്ളതാണ്. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും യേശു മറിച്ചു കളഞ്ഞു. മാർക്കോസ് 11:17 പറയാണ്, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു പുറത്താക്കി, പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും അവൻ മറിച്ചു കളഞ്ഞു. തുടർന്ന് അവരോട് പറഞ്ഞു, എന്റെ ആലയം സകല ജാതിക്കാർക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് കുത്തകയാക്കി വെക്കാനുള്ളതല്ല, അത് സകല ജാതിക്കാർക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. യേശുവിന്റെ ഈ വചനങ്ങളൊക്കെ എന്ന് വിപ്ലവത്തിന്റെ വിമോചനത്തിന്റെ വലിയ വലിയ ശബ്ദങ്ങളായിട്ട് ഉയർന്നു കേൾക്കേണ്ടുന്ന വചനങ്ങളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മഹാമനീഷികളായിട്ടുള്ള മഹത്തുക്കളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള ആ മഹത്തുക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട തൗഹീദിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് വിമോചനത്തെ സംബന്ധിച്ചും വിപ്ലവത്തെ സംബന്ധിച്ചും സാമൂഹിക പരിവർത്തനത്തെ സംബന്ധിച്ചും സംസാരിച്ചിട്ടുള്ള മഹത്തുക്കൾ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് എല്ലാത്തരം ചൂഷണങ്ങളെയും ചോദ്യം ചെയ്യുമ്പോഴും മറുവശത്ത് പാവങ്ങളോട് ക്രിസ്തു ചേർന്ന് നിന്നു. അവരോട് ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്തേക്ക് വിളിക്കുകയാണ്. ആരെയാണ് അടുത്തേക്ക് വിളിക്കുന്നത്? സമ്പന്നന്മാരെയും കുബേരന്മാരെയും അല്ല, മറിച്ച് യേശു അടുത്തേക്ക് വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതെല്ലാമായിരുന്നു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ. പറഞ്ഞതുപോലെ തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വിമോചനത്തിന് വേണ്ടിയും സാമൂഹിക മാറ്റത്തെ സംബന്ധിച്ചുമാണ് ക്രിസ്തു അടക്കമുള്ള ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും സംസാരിച്ചത്. ആധ്യാത്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത പൗരോഹിത്യത്തെയും സാമ്പത്തിക സാമൂഹിക ചൂഷണങ്ങളെയും ചോദ്യം ചെയ്യാനും അതിനെതിരെ ശബ്ദിക്കുവാനും പ്രവർത്തിക്കുവാനും സാമൂഹിക പരിവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാനും സാധിക്കുമെന്നുള്ള വലിയ പാഠമാണ് തീർച്ചയായിട്ടും പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമയുടെ പാഠം എന്ന് പറയുന്നത്. അരാഷ്ട്രീയനായിട്ടുള്ള ഒരു പ്രവാചകനല്ല. സാമൂഹിക ബോധങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും തെന്നിമാറി സമൂഹത്തിൽ നിന്നെല്ലാം പൂർണ്ണമായും അകന്നു മാറിക്കൊണ്ട് ഏതോ ഒരു മലയുടെ മുകളിൽ പോയി തപസ്സിലിരുന്ന ധ്യാനത്തിലിരുന്ന ഒരു പ്രവാചകനെയല്ല, ഒരു മഹാമനീഷിയല്ല. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള ഒരു പ്രവാചകനിലും ഒരു പ്രവാചകനെയും നമുക്കങ്ങനെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരണത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ ഉണർത്തിയത്. ഒന്ന്, ആദർശ വ്യതിരിക്തതകൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ സാമ്യതകൾ പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. 2, സൗഹൃദം ശക്തിപ്പെടുത്തുകയും വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ പാലങ്ങളായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. 3, തൗഹീദിന്റെ അടിത്തറയിൽ ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച വിമോചനാശയങ്ങളെ ഏറ്റെടുക്കുക. ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ആത്മീയതയുടെ കരുത്തെന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പഠനങ്ങൾ ഉപകരിക്കും എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കി കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.